കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വാഗ്ദാനങ്ങളുടെ പെട്ടി വീണ്ടും വീണ്ടും തുറക്കുകയാണ്. യുവാക്കൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ആദ്യത്തെ വാഗ്ദാനം. പിന്നീട് കർഷകർ, ഇന്ത്യയിലെ തൊഴിൽ ക്ഷാമം തുടങ്ങിയ വിഷയങ്ങളും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന വാഗ്ദാനങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഇപ്പോഴിതാ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി വാഗ്ദാനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ്. ഡൽഹി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് വൻ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുള്ളത്. പാവപ്പെട്ട കുടുംബത്തിലെ അംഗത്തിന് പ്രതിവർഷം 1 ലക്ഷം രൂപ ധനസഹായം, കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ധൂലയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് പ്രഖ്യാപനം നടത്തിയത്. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു പ്രഖ്യാപനം. പങ്കാളിത്ത നീതി, കർഷക നീതി, യുവജന നീതി എന്നിവ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഒരിക്കലും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല. ഞങ്ങൾ അവ ഉറപ്പാക്കും. 1926 മുതൽ ഇതുവരെയുള്ള ഞങ്ങളുടെ റെക്കോർഡാണിത്. എതിരാളികൾ ജനിച്ചിട്ടു പോലും ഇല്ലാതിരുന്ന കാലത്ത് ഞങ്ങൾ പ്രകടന പത്രികകൾ തയ്യാറാക്കുകയും ആ പ്രഖ്യാപനങ്ങൾ നിറവേറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഖാർഗെ പറഞ്ഞത്. നാരി ന്യായ് ഗ്യാരണ്ടി എന്ന പേരിലാണ് പ്രകടന പത്രിക പുറത്തുവിട്ടത്. മഹാലക്ഷ്മി, ആദി അഭാദി, പുര ഹക്ക്, ശക്തി കാ സമ്മാൻ, അധികാർ മൈത്രി, സാവിത്രിബായി ഫൂലെ, ഹോസ്റ്റൽ സ്കീം എന്നിങ്ങനെയാണ് പ്രഖ്യാപനങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത്. പ്രഖ്യാപനങ്ങളെ കുറിച്ച് റാലിയിൽ രാഹുൽ ഗാന്ധി കൂടുതൽ വിശദീകരിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും സ്ത്രീകൾക്ക് ഒന്നും ലഭിച്ചിട്ടില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, സുരക്ഷ എന്നിവ കാരണം അവരുടെ ദുരിതം വർദ്ധിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ദരിദ്ര കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ സഹായം നൽകുന്നതാണ് മഹാലക്ഷ്മി പദ്ധതി. ആദി അഭാദി, പുരാഹക്കിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തും. അങ്കണവാടി ആശാവർക്കർമാർക്കുള്ള ബജറ്റ് വിഹിതം ഇരട്ടിയാക്കും. അധികാർ മൈത്രിയുടെ കീഴിൽ സ്ത്രീകളെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും ആവശ്യമായ സഹായം നൽകുന്നതിനുമായി എല്ലാ പഞ്ചായത്തുകളിലും അധികാര മൈത്രിയുടെ രൂപത്തിൽ ഒരു പാരാ ലീഗൽ അസിസ്റ്റന്റിനെ നിയമിക്കും. കൂടാതെ രാജ്യത്തുടനീളമുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്രം ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലെങ്കിലും ആരംഭിക്കുകയും രാജ്യത്തുടനീളം ഇവയുടെ എണ്ണം ഇരട്ടിയാക്കുകയും ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതേസമയം 2024 കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പുതിയ തൊഴിൽ വിപ്ലവമായിരിക്കും ഉണ്ടാവുകയെന്ന് ഭാരത് ജോഡോ യാത്രയിൽ വെച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉറപ്പു നൽകിയിരുന്നു. ഭാരതി ഭരോസ റിക്രൂട്ട്മെന്റ് ട്രസ്റ്റ്, പെഹലി നൗകരി പക്കി, ആദ്യ ജോലി ഉറപ്പ്, പേപ്പർ ലീക്ക് സേ മുക്തി, അതായത് പേപ്പർ ചോർച്ചയിൽ നിന്ന് രക്ഷ, ജിഗ് എക്കണോമിയിൽ നിന്ന് സാമൂഹിക സുരക്ഷ, യുവ റോഷ്നി, യുവ പ്രകാശം എന്നിങ്ങനെ 5 വാഗ്ദാനങ്ങളാണ് ഖാർഗെ പ്രഖ്യാപിച്ചത്. രാജ്യത്തെ എല്ലാ യുവജനങ്ങൾക്കും കോൺഗ്രസ് ഭാരതി ഭരോസ ഉറപ്പു നൽകുന്നുവെന്ന് ഖാർഗെ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ ഒഴിഞ്ഞുകിടക്കുന്ന 30 ലക്ഷത്തോളം തസ്തികകൾ നികത്തും. പരീക്ഷ മുതൽ റിക്രൂട്ട്മെന്റ് വരെയുള്ള നടപടികൾക്ക് നിശ്ചിത സമയം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബിരുദം നേടിയതിനു ശേഷവും ശരിയായ പരിശീലനം ലഭിക്കാത്തതിനാൽ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. കോൺഗ്രസ് പാർട്ടി റൈറ്റ് ടു അപ്രന്റീസ്ഷിപ്പ് നിയമം കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുന്നു. അതിലൂടെ സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ 25 വയസ്സിന് താഴെയുള്ള എല്ലാ ഡിഗ്രി ഡിപ്ലോമക്കാർക്കും അപ്രന്റീസ്ഷിപ്പ് പരിശീലനം നൽകും. എല്ലാ അപ്രന്റീസുകൾക്കും 1 വർഷം 1 ലക്ഷം രൂപ, അതായത് മാസം 8500 രൂപ വീതം പെഹലി നൗകരി പക്കി പദ്ധതിയിൽ നൽകും. എല്ലാ പരീക്ഷകളും നീതിയുക്തമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസ് പേപ്പർ ചോർച്ച തടയുമെന്നും ഖാർഗെ പറയുന്നുണ്ട്. ഏതായാലും ഇത്തരം വാഗ്ദാനങ്ങൾ കോൺഗ്രസിന്റെ പക്കൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കാം. അതിനുള്ള നടപടികളും കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു.